പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം ഇന്ന് രാത്രിയിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇമ്മാനുവേൽ മിഷൻ TV ചാനലിലൂടെ ലോകത്തിൻ്റെ വിവിധ ഭാഗത്തിരുന്നു കൊണ്ട്, വിവിധ ടൈം സോണിലിരുന്നു കൊണ്ട് ഇന്ന് രാത്രിയിൽ ഈ പ്രോഗ്രാം ശ്രവിക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ നിസ്തുല്യമായ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇതുവരെയും നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ ശ്രവിച്ചുകൊണ്ടിരുന്നു. പരിശുദ്ധാത്മാവിൻ്റെ വലിയ സാന്നിധ്യം ഇതുവരെയും അനുഭവിച്ചുകൊണ്ടിരുന്നു. തുടർന്ന് ഇന്ന് രാത്രിയിൽ ഒരു ദൈവവചനം നാം ഒരുമിച്ച് ചിന്തിക്കുവാൻ പോകുന്നു. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി നമ്മോട് സംസാരിക്കുവാൻ, ഇന്ന് രാത്രിയിൽ നിങ്ങൾ ഭാരപ്പെടുന്ന വിഷയത്തിൻ്റെ മേൽ, നിങ്ങൾ അനുഭവിക്കുന്ന പ്രതിസന്ധിയുടെ മേൽ കർത്താവിൻ്റെ ഒരു സ്പർശനമുണ്ടാകുവാൻ വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ ഇന്ന് രാത്രിയിൽ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത് വിശ്വാസത്താലുള്ള സ്പർശനം ജീവിതത്തെ മാറ്റും. വിശ്വാസത്താലുള്ള സ്പർശനം ജീവിതത്തെ മാറ്റും. ഇതിന് ആധാരമാക്കി എടുത്തിരിക്കുന്ന വേദവചനം മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 34-ാമത്തെ വേദഭാഗം വായിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട വേദവചനത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. യേശു അവളോട് പറഞ്ഞു, മകളെ, സമാധാനത്തോടെ പോകാം, ബാധയൊഴിഞ്ഞ് സ്വസ്ഥമായിരിക്കുക. സ്തോത്രം. ഈ തിരുവചനം നിങ്ങൾ അനേക ഭാഗങ്ങളിലൂടെ, അനേക അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസന്മാരിലൂടെ നിങ്ങൾ കേട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് സുപരിചിതമായിരിക്കുന്നൊരു വേദവചനമാണ്. ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവ് എൻ്റെ അകത്ത് പ്രകാശിപ്പിച്ച ദൈവിക ദൂത് നിങ്ങളുമായി ഞാൻ പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുകയാണ്. അതിൻ്റെ 25 മുതൽ വായിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നത് 12 വർഷമായി രക്തസ്രാവമുള്ള ഒരു സ്ത്രീയുടെ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരുന്ന ഒരു പ്രതിസന്ധിയെ എടുത്തു കാണിച്ച് അതിലൂടെ കർത്താവിൻ്റെ വലിയൊരു വിടുതൽ അവളുടെ ജീവിതത്തിൽ നടന്ന ഒരു സംഭവമാണ് ഇന്ന് രാത്രി ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നത്. 12 വർഷമായി രക്തസ്രാവം എന്ന രോഗം ബാധിച്ച് ഏറിയ വൈദ്യന്മാരാൽ അവൾ ചികിത്സിച്ചു. അവളുടെ പണം മുഴുവൻ നഷ്ടപ്പെട്ടു. അവൾ സമൂഹത്തിൽ അപമാനിക്കപ്പെട്ടു, സമൂഹത്തിൽ മാറ്റി നിർത്തപ്പെട്ടു. അവളുടെ ജീവിതത്തിൽ ഒത്തിരി ദുഃഖത്തിലൂടെ, കണ്ണുനീരിലൂടെ അവൾ കടന്നുപോയി. എന്നിട്ട് അവളുടെ ജീവിതത്തിൽ ഒരു മാറ്റവും ഇല്ലാതിരിക്കുമ്പോഴാണ് അവൾ യേശുവിനെ പറ്റി കേൾപ്പാൻ കഴിഞ്ഞത്. അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്: അവൾ യേശുവിനെ കുറിച്ചുള്ള വാർത്ത കേട്ടു. എന്താണ് അവൾ യേശുവിനെ കുറിച്ച് കേട്ടത്? അവളുടെ കാതിൽ യേശുവിനെ കുറിച്ചുള്ള സംസാരം, യേശു ആരാണ്, യേശു എന്തിനു വേണ്ടി വന്നു എന്നുള്ള വാർത്ത അവളുടെ കാതുകളിൽ കേട്ടത് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നു. ഒന്ന്, യേശു സൗഖ്യമാക്കുന്നവനെന്ന വാർത്ത അവളുടെ ഹൃദയത്തിലേക്ക് കേൾക്കുവാൻ കഴിഞ്ഞു. കാരണം പാലസ്തീൻ തെരുവീതിയിലൂടെ അനേക അന്ധന്മാർ യേശുവിൻ്റെ അടുക്കൽ വന്നപ്പോൾ അവർക്ക് കാഴ്ച ലഭിച്ചത് യേശുവിലൂടെയാണ് എന്ന് അവൾ കേൾപ്പാൻ കഴിഞ്ഞു. ആമേൻ, സ്തോത്രം. അതുപോലെ തന്നെ തളർവാദ രോഗികളെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്ന് വീടിൻ്റെ ചുമർ പൊളിച്ചിറക്കി യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നപ്പോൾ വർഷങ്ങളായി തളർവാദമായി കിടന്നിരുന്നവരെ യേശു എഴുന്നേൽപ്പിച്ചെന്ന് അവൾ കേൾപ്പാൻ കഴിഞ്ഞു. അതുമാത്രമല്ല, യേശുവിൻ്റെ ശിഷ്യന്മാരിൽ പത്രോസിൻ്റെ അമ്മായിമ്മയ്ക്ക് പനി പിടിച്ചു കിടന്നപ്പോൾ യേശു ആ പനിയെ ശാസിച്ച് സൗഖ്യമാക്കി, മരിച്ചവരെ ഉയർപ്പിച്ചു. യേശു സൗഖ്യം തരുന്നവനാണെന്ന് അവൾ കേൾപ്പാനിടയായി തീർന്നു. മറ്റൊന്ന്, യേശുവിൽ ദൈവശക്തി ഉണ്ടെന്ന് അവൾ കേട്ടു. കാരണം ശിഷ്യന്മാരുമായിട്ട് അക്കരയ്ക്ക് പോകാമെന്ന് പടകിൽ കയറി അക്കരയ്ക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ പടകിലേക്ക് കാറ്റും തിരമാലകളും അടിച്ചു കയറിയപ്പോൾ അക്കരെ എത്തുവാൻ സാധിക്കുമോ എന്നോർത്ത് നിലവിളിച്ച ശിഷ്യന്മാർക്ക് വേണ്ടി യേശു കർത്താവ് പ്രകൃതിയോട് കൽപ്പിച്ച ഒരു ദൈവിക ശക്തി തൻ്റെ മേൽ തിരിച്ചറിഞ്ഞത് അത് ദേശം മുഴുവൻ, പട്ടണം മുഴുവൻ കേട്ടു. യേശുവിന് പ്രകൃതിയെ നിയന്ത്രിപ്പാൻ കഴിയുന്ന ഒരു ദൈവശക്തി ഉണ്ടെന്ന് അവൾ കേട്ടു. അതുപോലെ തന്നെ യേശുവിനോടൊപ്പം 5000-ഓളം പുരുഷന്മാരും സ്ത്രീകളും മരുഭൂമിയിലൂടെ വന്നപ്പോൾ 5 അപ്പത്തെ വർദ്ധിപ്പിച്ച് അവർക്ക് ആഹാരം കൊടുത്ത, പ്രകൃതിയെ, ഭക്ഷണത്തെ വർദ്ധിപ്പിക്കുവാൻ കഴിയുന്ന, ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുവാൻ കഴിയുന്ന ഒരു ദൈവശക്തി യേശുവിൽ ഉണ്ടെന്ന് അവൾ കേൾപ്പാൻ കഴിഞ്ഞു. ഒന്ന്, യേശു സൗഖ്യമാക്കുന്നവനെന്ന് അവൾ അനേകരുടെ സാക്ഷ്യത്തിലൂടെ കേട്ടു. 2, യേശുവിൽ ദൈവശക്തി ഉണ്ട്. അവന് പ്രകൃതിയെ നിയന്ത്രിക്കുവാൻ കഴിയും, തിരമാലകളെ അമർച്ച ചെയ്യുവാൻ കഴിയും, അവളുടെ പടകിലേക്ക് ആഞ്ഞടിക്കുന്ന കാറ്റിനെ ശാസിക്കുവാൻ യേശുവിന് കഴിയുമെന്നുള്ള ദൈവശക്തി യേശുവിൽ ഉണ്ട് എന്ന് അവൾ കേൾപ്പാൻ കഴിഞ്ഞു. മറ്റൊന്ന്, യേശു കരുണയുള്ളവനാണെന്ന് അവൾ അറിഞ്ഞു. കാരണം
ഒത്തിരി പാപിയായ വ്യക്തികൾ യേശുവിൻ്റെ അടുക്കൽ വന്നപ്പോൾ അവരെ ചേർത്ത് പിടിച്ചു. പാപിയോടുകൂടെ യേശു ഇരുന്ന് ഭക്ഷണം കഴിച്ചു. സമൂഹവും യഹൂദന്മാരും ന്യായപ്രമാണവും മാറ്റി നിർത്തിയ അറയ്ക്കപ്പെട്ടവരെ യേശു മാറോട് ചേർത്ത് പിടിക്കുന്ന കരുണയുള്ളവനെന്ന് മനസ്സിലാക്കുവാൻ അവൾക്ക് കഴിഞ്ഞു. മറ്റൊന്ന്, അനേകർ കല്ലെറിയുവാൻ വേണ്ടി വന്ന പാപിയായ സ്ത്രീയെ എല്ലാവരും കല്ലോങ്ങി നിൽക്കുമ്പോൾ ആ കല്ലുകളെ തടയാൻ നിൽക്കുന്ന സ്നേഹത്തോടെ ചേർത്ത് നിർത്തുന്ന യേശുവിൻ്റെ കരുണയുടെ മനോഭാവത്തെ അവൾ കേൾപ്പാനിടയായി തീർന്നു. സ്നേഹിതരെ, ഞാൻ പ്രസംഗിക്കുന്ന യേശു കരുണയുള്ളവനാ. നീ ഏത് മേഖലയിലാണെങ്കിലും, ഏത് തകർച്ചയിലാണെങ്കിലും, ഏത് പ്രതിസന്ധിയിലാണെങ്കിലും നിന്നെ ചേർത്ത് പിടിക്കുന്ന, നിന്റെ വേദനകളെ മനസ്സിലാക്കുന്ന, നിന്റെ തകർച്ചകളെ കാണുന്ന ഒരു കരുണയുള്ളവനാണ് യേശു. അതുകൊണ്ട് എന്താണ് ഇവൾ കേട്ടത്? യേശു അത്ഭുതം ചെയ്യുന്നവനാ, യേശു സൗഖ്യമാക്കുന്നവനാ, യേശുവിൽ ദൈവശക്തിയുണ്ട്, അവൻ കരുണ തോന്നുന്നവനാ. അവൻ അനേക അന്ധന്മാരെ കണ്ടിട്ട് കരുണ തോന്നി. മറ്റൊന്ന്, അവൻ സാധുക്കളെ കാണും കരയുന്നവനാ. മറ്റുള്ളവരുടെ പ്രശ്നത്തിൽ അവൻ ചേർന്ന് നിൽക്കുന്നതാ. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ മാർത്തയുടെയും മറിയുടെയും സഹോദരൻ മരിച്ചപ്പോൾ 4 ദിവസമായി കർത്താവെ മരിച്ചു, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ മരിക്കത്തില്ലെന്ന് പറഞ്ഞപ്പോൾ യേശു അവിടേക്ക് ചെന്നിട്ട് ആ കല്ലറയിൽ നിന്നുകൊണ്ട് ലാസറിനെ ഓർത്ത് കരഞ്ഞു. അവൻ മനസ്സലിവുള്ളവനാ. നിന്റെ തകർച്ചയെ കാണുമ്പോൾ വേദനിക്കുന്ന ഒരു ഹൃദയമുള്ളവനാ. നിന്റെ തകർച്ചകളെയും പ്രതിസന്ധികളെയും കാണുമ്പോൾ നിന്നോടൊപ്പം ഇരുന്ന് മനസ്സിലാക്കുന്ന ഒരുവനാണ് യേശു ക്രിസ്തു. അപ്പോൾ യേശുവിനെ കുറിച്ച് കേട്ടപ്പോൾ ഈ രക്തസ്രാവമുള്ള സ്ത്രീ, ലേവ്യ പുസ്തകം 15-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ കാണുവാൻ കഴിയുന്നത്, രക്തസ്രാവമുള്ളവർ 7 ദിവസത്തോളം അശുദ്ധയായിരിക്കണം. സമൂഹത്തിൽ അവൾക്ക് ചെല്ലാൻ കഴിയത്തില്ല. അവൾ ഇരുന്ന ബെഡിൽ, അവൾ ഇരുന്ന കസേരയിൽ, അവൾ തൊടുന്ന വസ്ത്രത്തിലോ പാത്രങ്ങളിലോ ആര് തൊട്ടാലോ ഇരുന്നാലോ കടന്നാലോ അവർ മുഴുവൻ 1 ദിവസം അശുദ്ധമായിരിക്കണം. അതൊരാഴ്ചയിൽ മാത്രം, മാസത്തിൽ ഒരിക്കൽ മാത്രം രക്തസ്രാവമുള്ള ഒരു സ്ത്രീ ഇങ്ങനെ എല്ലാ മേഖലകളിലും മാറ്റി നിർത്തപ്പെടുന്നുണ്ടെങ്കിൽ 12 വർഷമായി ഈ അസ്വസ്ഥത ബാധിച്ചവൾ നിമിത്തം എത്രയോ പേര് അശുദ്ധയായി മാറി. എത്രയോ പേർ പറഞ്ഞിട്ടുണ്ടാകും, നീ ഞങ്ങളുടെ വീട്ടിൽ വരരുത്, നീ ഞങ്ങളുടെ കിടക്കയിൽ ഇരിക്കരുത്, നീ ഞങ്ങളുടെ കസേരയിൽ ഇരിക്കരുത്, നീ തൊട്ട പാത്രം, നീ തൊട്ട ഗ്ലാസ് ഞങ്ങൾക്ക് തരരുതെന്ന് പറഞ്ഞ് മാനസികമായി, ശാരീരികമായി എല്ലാ വിധത്തിലും പലരും അവളെ മാറ്റി നിർത്തി. ശരീരത്തിൽ ഒരു രോഗം അനുഭവിക്കുക മാത്രമല്ല, ആ സഹോദരി നേരിട്ടത് മാനസികമായ ഒരു കടുത്ത വെല്ലുവിളിയാണ് അവളുടെ ജീവിതത്തിൽ അനുഭവിച്ചത്. ഏറിയ 12 വർഷം അവൾ അനുഭവിച്ചത് അവളുടെ സമൂഹത്തിൽ നിന്നും, കുടുംബത്തിൽ നിന്നും, സഹപ്രവർത്തകരിലുമെല്ലാം മാറ്റി നിർത്തപ്പെട്ട് നിന്നപ്പോഴാണ് യേശുവിനെ കുറിച്ചുള്ള വാർത്ത അവൾ കേട്ടു. ഈ വാർത്തകൾ കേട്ടപ്പോൾ അവൾ കേട്ടിരിക്കുകയല്ല ചെയ്തത്, കേട്ടതിനെ വിശ്വസിച്ച് യേശുവിൻ്റെ അടുക്കലേക്ക് അവൾ പോകുവാൻ തയ്യാറായി. ഇന്ന് രാത്രി ദൈവവചനം കേൾക്കുന്ന ദൈവജനമേ, ഞങ്ങൾ വിളിച്ചു പറയുന്നു, ഈ സന്ദേശം നീ കേൾക്കുക മാത്രമല്ല, ഇത് കേട്ട് നീ വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ, ഇത് കേട്ടിട്ട് യേശു സൗഖ്യമാക്കുന്നവനെന്നും യേശു കരുണയുള്ളവനെന്നും യേശു ദൈവശക്തി ഉള്ളവനെന്നും തിരിച്ചറിഞ്ഞ് നീ യേശുവിലേക്ക് വരാൻ തയ്യാറായാൽ, നീ അനുഭവിക്കുന്ന വിഷയത്തെ, നീ നേരിടുന്ന പ്രതിസന്ധികളെ അവൻ മാറ്റുവാൻ ശക്തനെന്ന് ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയുകയാണ്. ഇന്ന് രാത്രി ചിലരുടെ ജീവിതത്തെ യേശു മാറ്റുവാൻ ആഗ്രഹിക്കുകയാണ്. ചിലരുടെ ജീവിതത്തിൽ യേശു മാറ്റം കുറിക്കുവാൻ, ചിലരുടെ തകർച്ചകളെ, നിന്നയെ, അപമാനത്തെ, നിന്റെ ഒറ്റപ്പെടലുകളെ, നീ സമൂഹത്തിൽ നേരിടുന്ന പ്രതിസന്ധിയെ മാറ്റുവാൻ കഴിയുന്ന കരുത്തുറ്റ ഒരുവനുണ്ടെങ്കിൽ അത് യേശുവാണ്. ഇന്ന് രാത്രി യേശുവേ, നിന്റെ വചനത്തെ ഞാൻ വിശ്വസിക്കുകയാണ്. സോഷ്യൽ മീഡിയയിലും പത്രമാധ്യമങ്ങളിലും തെരുവോരങ്ങളിലും യേശുവിനെ കുറിച്ച് കേൾക്കുന്ന ശക്തമായ വചനത്തെ നീ വിശ്വസിക്കാൻ തയ്യാറായാൽ മാത്രം പോരാ, ആ വിശ്വാസത്തെ ഏറ്റെടുത്ത് നീ യേശുവിലേക്ക് വരുവാൻ തയ്യാറായാൽ യേശുവിൽ നിന്ന് നിനക്കൊരു വലിയ വിടുതൽ നൽകി തരുവാൻ കർത്താവിന് കഴിയും. ഇവൾ ഈ യേശുവിനെ കുറിച്ചുള്ള വാർത്തകൾ കേട്ടു. 1 സൗഖ്യമാക്കുന്നവൻ, 2 ദൈവശക്തിയുള്ളവൻ, 3 കരുണയുള്ളവൻ. അവൾ യേശുവിനെ കാണാൻ വന്നപ്പോൾ തടസ്സം നിന്ന ന്യായപ്രമാണ നിയമം കാരണം 12 വർഷം ഒരു നിയമം ഇവളെ തടഞ്ഞു വച്ചു.
പോകരുത്, തൊടരുത്, ഇരിക്കരുത്, സമൂഹത്തിൻ്റെ മുമ്പിൽ ചെല്ലരുത്. പക്ഷെ ഇവളുടെ അകത്ത് വ്യാപരിച്ച വിശ്വാസം ന്യായപ്രമാണത്തിൻ്റെ ഭയത്തെ മുഴുവൻ പുറം തള്ളിക്കൊണ്ട് യേശുവിൻ്റെ അടുക്കലേക്ക് ഇവൾ നടന്നു നീങ്ങുക. നിങ്ങളുടെ സമുദായം ഒരുപക്ഷെ യേശുവിലേക്ക് വിടുവാൻ നിങ്ങളെ തടസ്സമായിരിക്കാം. നിങ്ങളുടെ കുടുംബം ഒരുപക്ഷെങ്കിൽ നിങ്ങൾ യേശുവിലേക്ക് വരുവാൻ ഭയമായിരിക്കാം. നിങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രസ്ഥാനമോ നിങ്ങളുടെ ജോലിയോ ജാതിയോ ഒരുപക്ഷെങ്കിൽ യേശുവിലേക്ക് വരുന്നതിന് തടസ്സമായിരിക്കാം. പക്ഷെ നിന്റെ അകത്തെ വിശ്വാസം ഒന്ന് വർദ്ധിച്ചാൽ ഇതൊന്നും നിനക്ക് തടസ്സമല്ല, ഇതൊന്നും നിന്നെ തടഞ്ഞു വെക്കാൻ കഴിയത്തില്ല. അതിനെ ഭേദിച്ചുകൊണ്ട് നിനക്ക് യേശുവിൻ്റെ അടുക്കലേക്ക് വരുവാൻ കഴിയും. ഇന്ന് രാത്രിയിൽ പലരും യേശുവിലേക്ക് വരാത്തതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? സമുദായം വിട്ടുപോയാൽ പള്ളിയിൽ നിന്ന് പേര് വെട്ടിക്കളയും. മകളുടെ കല്യാണം, എൻ്റെ മരണമോ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ വന്നാൽ എന്തു ചെയ്യും? മതത്തിൻ്റെ പല നിയമങ്ങളും നിന്നെ യേശുവിലേക്ക് അടുപ്പിക്കാതെ തടസ്സം ചെയ്തു വച്ചിരിക്കുക. പക്ഷേ ഇന്ന് രാത്രിയിൽ ഞാൻ വിളിച്ചു പറയട്ടെ, 12 വർഷമായി ജീവിതത്തിൽ സ്വസ്ഥതയില്ലാതെ, ജീവിതത്തിൽ സമാധാനമില്ലാതെ, ജീവിതത്തിൽ രക്ഷപ്പെടാൻ കഴിയാതിരുന്നവളെ ഈ മതത്തിന് രക്ഷിക്കാൻ കഴിഞ്ഞില്ല, ഈ നിയമത്തിന് രക്ഷിക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ അതിനുപരിയായി അവൾ യേശുവിൽ വിശ്വസിച്ചപ്പോൾ അവളെ ഭരിച്ചുകൊണ്ടിരുന്ന ചില മതത്തിൻ്റെ ഭയങ്ങൾ, ചില നിയമത്തിൻ്റെ ഭയങ്ങളെ അവൾ മറികടന്ന് യേശുവിലേക്ക് വന്നത് അവളുടെ അകത്തെ വിശ്വാസമാണ്. ഇന്ന് രാത്രി നിന്റെ വിശ്വാസം ഒന്ന് വർദ്ധിച്ചു വന്നാൽ ചില ഭയത്തെ നിനക്ക് മറികടക്കാൻ കഴിയും. നിന്നെ നാളുകളായി ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന, നിന്നെ നാളുകളായി ചില വിഷയത്തിനകത്ത് നിന്നെ കൊണ്ട് സാധിക്കത്തില്ല, നിനക്ക് അസാധ്യമെന്ന് പറയുന്ന ചിലതിനെ ഇന്ന് രാത്രിയിൽ വിശ്വാസം കൊണ്ട് നിനക്ക് ജയിക്കാൻ കഴിയും. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് ഇന്ന് രാത്രി എൻ്റെ അകത്തൊരു വിശ്വാസം കൊണ്ട് എൻ്റെ ജീവിതത്തെ അലട്ടുന്ന ചില വിഷയത്തെ ജയിക്കാൻ കഴിയുമെന്ന്? തൻ്റെ ഇടമുള്ളവർ, വിശ്വാസമുള്ളവർ ആ ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ ഇരുന്നു കൊണ്ട് കരമുയർത്തി ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്താൻ തയ്യാറുണ്ടോ? എൻ്റെ വിശ്വാസം കൊണ്ട് ഞാൻ ചില വിഷയത്തെ ജയിക്കാൻ പോകുകയാണ്. 12 വർഷം കൊണ്ട് അവൾ അനുഭവിച്ച പ്രതിസന്ധിയെ, 12 വർഷം കൊണ്ട് അവൾ കരഞ്ഞു തീർത്ത കണ്ണുനീരിനെ, 12 വർഷം കൊണ്ട് അവൾ അനുഭവിച്ച അപമാനത്തെ, അവളുടെ അകത്ത് യേശുവിൻ്റെ വിശ്വാസം കൊണ്ട്, അവൾ യേശുവിനെ കുറിച്ച് കേട്ട സുവിശേഷം കൊണ്ട്, യേശുവിലുള്ള ശക്തിയെ തിരിച്ചറിഞ്ഞതുകൊണ്ട് ചില ഭയത്തെ അവൾ മറികടന്നപ്പോൾ ഇതുവരെ കിട്ടാത്ത ഒരു വിടുതൽ അവളിലേക്ക് എത്തിപ്പെട്ടു. ഇന്ന് രാത്രി ഇതുവരെ കിട്ടാത്ത, വർഷങ്ങളായിട്ട് നിന്റെ മേൽ നടക്കേണ്ട ചില വിടുതലുകളെ തടഞ്ഞിട്ടിരിക്കുന്ന ചില നിയമങ്ങൾ, ചില ലോകൾ, ന്യായപ്രമാണങ്ങൾ, നീ പാപിയെന്നും നീ അശുദ്ധയെന്നും നീ വെറുക്കപ്പെട്ടവളെന്നും പറഞ്ഞ് ചില നെഗറ്റീവുകൾ നിന്റെ ജീവിതത്തിനകത്തിട്ട് നീ കരഞ്ഞ് കരഞ്ഞ് സമൂഹത്തിൽ മാറി നിൽക്കാതെ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ചിലരോട് വിളിച്ചു പറയുന്നു, നീ പുറത്തു വരിക. നിന്റെ ജീവിതത്തിൽ പരാജയങ്ങളെ മാറ്റുന്ന, നിന്റെ ജീവിതത്തിലെ തകർച്ചകളെ മാറ്റുന്ന യേശുവിന് അസാധ്യമായിട്ടൊന്നുമില്ല. ഇന്ന് രാത്രി ചിലരകത്തളങ്ങളിൽ കിടക്കുന്ന, എന്നെ കൊണ്ട് കഴിയത്തില്ല, ഞാൻ അശുദ്ധയായവളാ, ഞാൻ ജാതിയിൽ കുറഞ്ഞവനാ, എനിക്ക് വിദ്യാഭ്യാസമില്ല, എനിക്ക് സൗന്ദര്യമില്ല, പണമില്ല, എൻ്റെ കുടുംബം തകർന്നുപോയി, എൻ്റെ സഭ തകർന്നുപോയി, എൻ്റെ സാമ്പത്തിക മേഖലകൾ ഉടഞ്ഞുപോയെന്നോർത്ത് പിശാച് നിന്നെ ഒതുക്കി ഒതുക്കി മാനസികമായി ശാരീരികമായി നിന്നെ വീടിന് വെളിയിലിറങ്ങാതെ ഒരു ഇരുട്ടറക്കകത്തിട്ട് ഒതുക്കുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയുന്നു, യേശു വിടുവിക്കുമെന്നുള്ള ഒരു വിശ്വാസം നിന്റെ അകത്ത് വെളിപ്പെട്ടാൽ യേശുവിൻ്റെ മേൽ ഒരു ശക്തി വ്യാപരിക്കുന്നുണ്ട്. ആ ശക്തി എൻ്റെ മേലൊന്ന് വെളിപ്പെട്ട് കിട്ടിയാൽ എൻ്റെ വിഷയത്തിന് വിടുതലാകുമെന്ന് ഉറച്ച് വിശ്വസിക്കാൻ തയ്യാറുണ്ടെങ്കിൽ ചില ഭയത്തിൽ മേൽ ഇന്ന് രാത്രി വിടുതലായി മാറാൻ പോകുകയാണ്. ഞാൻ വിശ്വസിക്കുന്നു ആരുടെയൊക്കെയോ ജീവിതത്തിൽ ഇന്ന് രാത്രി കർത്താവ് അത്ഭുതം ചെയ്യാൻ പോകുകയാണ്. ആരൊക്കെയോ ഈ സന്ദേശം കേൾക്കുന്നവർ ചില മാനസികമായി പിശാച് നിങ്ങളെ മെൻ്റലി എവിടെയൊക്കെ കുടുക്കിയിട്ടിരിക്കുന്നതിനകത്തുനിന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി നിങ്ങളെ പുറത്തു കൊണ്ടിരുന്ന രാത്രിയാണ്. നിങ്ങൾ മെൻ്റലി ചില വിഷയത്തിനകത്ത് ബ്ലോക്കായി കിടക്കുന്നുണ്ടെങ്കിൽ, സാധ്യത ഇല്ലെന്ന് പറയുന്ന, എന്നെ കൊണ്ട് കഴിയത്തില്ലെന്ന് പറയുന്ന, എനിക്കിതിനുള്ള യോഗ്യത ഇല്ലെന്ന് പറയുന്ന, നമ്മെ പരിമിതപ്പെടുത്തിയിട്ട് ഒരു റൂമിനകത്ത്, ഒരു ലൊക്കേഷൻ, ഒരു ഡിസ്ട്രിക്റ്റിനകത്ത് നിന്റെ ശുശ്രൂഷയെ ഒതുക്കിയിട്ടിട്ടുണ്ടെങ്കിൽ, നിന്റെ പ്രാർത്ഥനയെ ഒതുക്കിയിട്ടിട്ടുണ്ടെങ്കിൽ, നിന്റെ ആരാധനയെ ഒതുക്കിയിട്ടിട്ടുണ്ടെങ്കിൽ, നിന്റെ മിഷൻ വർക്കുകളെ, നിന്റെ മേൽ ഇട്ടിരിക്കുന്ന വിഷനുകളെ പരിമിതപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, പ്രസ്ഥാനമായിക്കൊള്ളട്ടെ, സഭയായിക്കൊള്ളട്ടെ, ദൈവദാസന്മാരായിക്കൊള്ളട്ടെ, ഇന്ന് രാത്രി വിശ്വാസത്താൽ നീ അതിനെ പൊട്ടിച്ച് പുറത്തു വരുവാൻ തയ്യാറുണ്ടെങ്കിൽ നിന്റെ പരിമിതികൾ മാറാൻ പോകുകയാണ്. ഈ രക്തസ്രാവ സ്ത്രീയുടെ പരിമിതി എവിടെയായിരുന്നു അറിയാമോ? വീട്ടിൻ്റെ ഒരു റൂമിനകത്ത് മാത്രം. പള്ളിക്കകത്ത് അവളെ ചെല്ലാൻ മതം അനുവദിക്കത്തില്ല, വീടിന് വെളിയിലിറങ്ങുവാൻ അയൽവക്കംകാർ സമ്മതിക്കത്തില്ല, ഒരു കല്യാണത്തിന് ചെന്ന് എല്ലാവരും കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ അവളെ അനുവദിക്കത്തില്ല, ഒരു സെലിബ്രേഷനിലും അവൾക്ക് ചെല്ലാൻ കഴിയത്തില്ല, സകല വിഷയത്തിലും അവൾ അപമാനിക്കപ്പെട്ട അകത്തളങ്ങളിൽ ഒതുങ്ങിയിരുന്നപ്പോൾ യേശുവിനെ കുറിച്ച് കേട്ട ശക്തമായ വചനവും ദൂതും അവളെ റൂമിനകത്തുനിന്ന് പുറത്തു ചാടിച്ചെങ്കിൽ ഇന്ന്
ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയുന്നു, ഞാനും നീയും ഏതൊക്കെ വിഷയത്തിനകത്ത് ഒതുങ്ങിപ്പോയിട്ടുണ്ടോ അതിനകത്തുനിന്ന് പുറത്തു കൊണ്ടുവരുവാൻ കഴിയുന്ന ഒരു വിശ്വാസം നിന്റെ അകത്ത് വെളിപ്പെട്ടാൽ യേശുവിൽ നിന്ന് ഒരു ശക്തി നിന്റെ മേൽ വെളിപ്പെടാനിടയായി തീരും. നിന്റെ വിശ്വാസം യേശുവിലേക്ക് അടുപ്പിച്ചാൽ ആ ദൈവശക്തി വ്യാപരിക്കുമ്പോൾ നിന്റെ ബലഹീനത മാറും. അപ്പോസ്തലനായിരിക്കുന്ന പൗലോസിന് ഒരു ബലഹീനത വന്നപ്പോൾ, തനിക്ക് ശക്തമായ വെളിപ്പാടുകൾ കിട്ടിയപ്പോൾ സാത്താനെ ഏൽപ്പിച്ചു ഒരു ശൂലം പൗലോസ് നിഗളിച്ചു പോകാതിരിക്കാൻ. പക്ഷേ ഇത് മാറിക്കിട്ടാൻ പൗലോസ് 3 വട്ടം പ്രാർത്ഥിച്ചപ്പോൾ ദൈവം പറഞ്ഞൊരു കാര്യമുണ്ട്, നിന്റെ ബലഹീനതയ്ക്കകത്ത് ഞാൻ പകരുന്ന ദൈവശക്തി നിന്നാൽ മതി. ഇന്ന് രാത്രി നിന്റെ ചില ബലഹീനതയ്ക്കകത്തേക്ക് ദൈവശക്തി ഒന്ന് കയറിയാൽ മതി. നിന്റെ ബലഹീനതയ്ക്കകത്തേക്ക് ഒരു അഭിഷേകം ഒന്ന് കയറിയാൽ മതി. നിന്റെ ബലഹീനതയ്ക്കകത്തേക്ക് ദൈവ സാന്നിധ്യം ഒന്ന് ഇറങ്ങിയാൽ മതി. ആ ബലഹീനതകളെ മുഴുവൻ പൊട്ടിച്ചുകൊണ്ട് പുറത്തു വരുവാൻ കഴിയുന്ന ഒരാത്മശക്തി ഇന്ന് രാത്രി ചിലരുടെ മേൽ പരിശുദ്ധാത്മാവ് കൈമാറുകയാണ്. പത്രോസ് പ്രസംഗിക്കാൻ അറിയത്തില്ലായിരുന്നു. രാത്രി മുഴുവൻ വല വീശാൻ അറിയാം, വല കഴുകാൻ അറിയാം. പക്ഷെ 10 പേരുടെ മുമ്പിൽ എഴുന്നേറ്റ് നിന്ന് പ്രസംഗിക്കാൻ അറിയത്തില്ലാത്ത പത്രോസിന്റെ മേൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി വ്യാപരിച്ചപ്പോൾ ഒറ്റ പ്രസംഗത്തിൽ 3000 പേർ വിടിവിക്കപ്പെട്ടതിന് കാരണം എന്തെന്നറിയാമോ? ബലഹീനതയുടെ മേൽ ദൈവശക്തി വ്യാപരിച്ചു, ബലഹീനതയുടെ മേൽ ആത്മശക്തി വ്യാപരിച്ചു. ഇന്ന് രാത്രി നീ ഏതെങ്കിലും വിഷയത്തിൽ ബലഹീനമായിരിക്കുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും വിഷയത്തിൽ നീ തളർന്നിരിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തോട് പറ, ഇന്ന വിഷയത്തിൽ ഞാൻ ബലഹീനനാണ്, പക്ഷെ ഞാൻ വിശ്വസിക്കുന്നു എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവനാകുകയാണ്. ഇന്ന് രാത്രി നമ്മുടെ ബലഹീനതകളെ തികയ്ക്കുന്ന ദൈവശക്തി. ദാവീദിന്റെ ജീവിതത്തിൽ ബലഹീന വന്നപ്പോൾ ഞാനൊരു മൃഗതുല്യനായി മാറി, ബലഹീനനായി തീർന്നെന്ന് പറഞ്ഞപ്പോൾ ദൈവം എൻ്റെ മേൽ ശക്തി പകർന്നു. ഗിദെയോൻ പ്രതിസന്ധി വന്നപ്പോൾ ഗിദെയോൻ പറഞ്ഞു, എന്നെ കൊണ്ട് സാധിക്കത്തില്ല. 7 വർഷമായി മിദ്യാന്യർ വന്ന് നന്മ കൊണ്ടുപോകുകയാ, 7 വർഷമായി ശത്രു ഞങ്ങളുടെ മേൽ താണ്ഡവമാടിക്കൊണ്ടിരിക്കുകയാ. പക്ഷെ ഒറ്റയ്ക്കിരുന്നു കൊണ്ട് മുന്തിരി ചക്കിനകത്തിരുന്നു കൊണ്ട് ഗോതമ്പ് മെതിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ദൂതൻ അവിടേക്ക് വന്നിട്ട് പറയുക, ഈ ബലത്തോടെ പോക, നീ ഒറ്റയ്ക്ക് നിന്ന് ശത്രുവിനെ ജയിക്കും. ഇന്ന് രാത്രി നിന്റെ ബലഹീനത എവിടെയാണോ അവിടെ ദൈവത്തിൻ്റെ ദൂതൻ ഒരു ബലം പകർന്നപ്പോൾ ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് 7 വർഷക്കാലം പോരാടിയ ശത്രുവിനെ ജയിക്കുവാൻ ഒരു ബലം ദൈവം പകർന്നെങ്കിൽ ഇന്ന് രാത്രി ഒതുക്കപ്പെട്ട് മാറിയിരിക്കുന്ന ചിലരോട് പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുന്നു, നിന്നെ എഴുന്നേൽപ്പിച്ച് ശക്തമായി ഉപയോഗിക്കുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്, പരിശുദ്ധാത്മാവിന് കഴിയും. അതുകൊണ്ട് എഴുന്നേൽക്കുക. ഇസബേലിന്റെ വെല്ലുവിളിയുടെ മുമ്പിൽ ക്ഷീണിതനായി ബലഹീനനായി ചൂരച്ചോട് ഇരുന്നപ്പോൾ ഏലിയാവ് പറഞ്ഞു, എനിക്ക് മരിച്ചാൽ മതി, മതി കർത്താവേ, ശുശ്രൂഷ മതി, പ്രവചനം മതി, ആ ദൈവാലോചന മതി എന്ന് പറഞ്ഞ് 3.5 വർഷക്കാലം ചൂരച്ചോട്ടിലും സാരാഫാത്തിലും കെരീത്തിലുമൊക്കെ ഒതുങ്ങിയപ്പോൾ ദൈവത്തിൻ്റെ ദൂതൻ വന്നിട്ട് പറയുകയാണ്, ഏലിയാവ് എഴുന്നേൽക്ക്, നിനക്ക് ദൂരെ യാത്രയുണ്ട്. ക്ഷീണിച്ചിരിക്കുന്നവൻ്റെ അടുക്കൽ അപ്പം കൊണ്ട് കൊടുത്തിട്ട് വിലാപ്പുറത്ത് തട്ടിയിട്ട് അരകെട്ടി ചെരുപ്പിട്ട് എഴുന്നേൽക്ക്, നിനക്ക് ദൂരയാത്രയുണ്ടെന്ന് പറഞ്ഞ് ബലഹീനതയ്ക്കകത്ത് ഒരു ദൈവശക്തിയായ വചനം കൊടുത്തപ്പോൾ ഏലിയാവ് എഴുന്നേറ്റു ബലപ്പെട്ടിട്ട് ആഹാബിന്റെ രഥത്തിന് മുമ്പിൽ ഓടിയതിന് കാരണം ബലഹീനതയിൽ തികഞ്ഞു വന്ന ഒരു ദൈവശക്തി അവന്റെ മേൽ വ്യാപരിച്ചു. ഇന്ന് രാത്രിയിൽ ബലഹീനതായിരുന്ന രക്തസ്രാവമുള്ള സ്ത്രീയുടെ അകത്ത് ശക്തി വെളിപ്പെട്ടതിന് കാരണം അകത്ത് യേശുവിനെ കുറിച്ച് കേട്ട വാർത്ത. 1, അവൻ സൗഖ്യദായകനാണ്. 2, അവനിൽ ദൈവശക്തി ഉണ്ട്. 3, അവൻ കരുണയുള്ളവനാണെന്ന് അറിഞ്ഞപ്പോൾ ഭയത്തെ ഭേദിച്ചുകൊണ്ട് അവൾ ജനസമൂഹത്തിൻ്റെ അടുക്കിലേക്ക് നടന്നു നീങ്ങി. ഇന്നലെ ഇതുപോലുള്ള 12 വർഷങ്ങൾക്ക് മുമ്പ് ജനങ്ങളുടെ സമൂഹത്തിൻ്റെ നടുവിലേക്ക് അവൾ ഇറങ്ങിച്ചെന്നപ്പോൾ അശുദ്ധ, മാറി നിൽക്ക്, അശുദ്ധ എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയപ്പോൾ ഇന്നവൾ ജനത്തെ അല്ല നോക്കിയത്, യേശുവിനെയാണ് നോക്കിയത്. ഇന്നവൾ നോക്കിയത് സമൂഹത്തെ അല്ല നോക്കിയത്, ഇന്നവൾ നോക്കിയത് ന്യായപ്രമാണത്തെ അല്ല നോക്കിയത്. ന്യായപ്രമാണത്തെക്കാൾ വലിയവനായ ഒരുത്തൻ വന്നു നിൽക്കുന്നു. കൃപ, കൃപ. ആമേൻ, ആമേൻ. ന്യായപ്രമാണം, നീ ശിക്ഷാവിധി, നീ പാപി, 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 നീ ശിക്ഷിക്കപ്പെടണമെന്ന് ന്യായപ്രമാണം വിരൽ ചൂണ്ടുമ്പോൾ ന്യായപ്രമാണത്തെക്കാൾ വലിയവനായി ക്രിസ്തു വന്ന് നിൽക്കുകയാണ്. കൃപ, കൃപ. നിന്റെ ഏത് വിഷയത്തെയും ഞാൻ ക്ഷമിക്കാൻ കഴിയുന്നവൻ, കരുത്തുറ്റവൻ, കരുണ തോന്നുന്നവൻ, ദയയുള്ളവൻ എന്ന് പറഞ്ഞ് യേശു വന്ന് നിന്നപ്പോൾ ജനസമൂഹത്തെ അല്ല അവൾ ഭയപ്പെട്ടത്, ന്യായപ്രമാണത്തെ അല്ല അവൾ ഭയപ്പെട്ടത്. യേശുവിനെ കണ്ടപ്പോൾ അവളുടെ ഭയം മാറിപ്പോയി. ഇന്ന് രാത്രി നീ യേശുവിനെ യഥാർത്ഥമായി കണ്ടാൽ ചിലതിന് നീ ഭയപ്പെടത്തില്ല, ചിലരെ നീ പേടിക്കത്തില്ല, ആഭിചാരത്തെ നീ പേടിക്കത്തില്ല, നിനക്കെതിരെ എതിര് പ്രാർത്ഥിക്കുന്നവരെ നീ പേടിക്കത്തില്ല, നിന്നെ ഒതുക്കുന്നവരെ നീ പേടിക്കത്തില്ല. കാരണം നീ യേശുവിൻ്റെ മുഖത്തേക്കാണ് നോക്കുന്നത്. അവൾ യേശുവിൻ്റെ അടുക്കിലേക്ക് വന്നിട്ട് എന്ത് ചെയ്തെന്നറിയാമോ? അവളൊരു തീരുമാനമെടുത്തു, യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലിൽ എനിക്കൊന്ന് തൊടണം.
വീട്ടിൽ നിന്ന് അവൾ വിശ്വാസത്തോടെ പുറപ്പെട്ടത് ഒറ്റ ലക്ഷ്യമാണ്, യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലിൽ എനിക്കൊന്ന് തൊടണം. കാരണം യേശുവിൻ്റെ കരസ്പർശത്തെക്കാൾ ഉപരി അത്രമാത്രം വിശ്വാസമാണ്. ആരും അറിയാതെ യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലിൽ തൊടണമെന്ന് അവൾ ആഗ്രഹിച്ചപ്പോൾ, ആരും അറിയാതെ ജനത്തിനിടയിലൂടെ അവൾ നടന്നു വന്ന് യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലിൽ തൊട്ടപ്പോൾ ആമേൻ സ്തോത്രം, യേശുവിൽ നിന്ന് ശക്തി പുറപ്പെട്ടു, ബാധ ഒഴിഞ്ഞു, സ്വസ്ഥമായി അവൾ ശരീരത്തിൽ അറിഞ്ഞു. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് വിളിച്ചു പറയട്ടെ, പല ദൈവദാസന്മാരും പലരും പ്രാർത്ഥിച്ചിട്ട് രോഗം മാറിയോ എന്ന് പലരോടും വിളിച്ചു ചോദിക്കുന്നുണ്ട്. പക്ഷേ ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയട്ടെ, രക്തസ്രാവ സ്ത്രീ യേശുവിനെ തൊട്ടു, പക്ഷേ അവൾ അറിഞ്ഞു സൗഖ്യം നടന്നത്. അവളുടെ ശരീരത്തിൽ നിന്ന് ബാധ പോയത് അവൾ അറിഞ്ഞു. യഥാർത്ഥമായി ദൈവശക്തി പുറപ്പെട്ടാൽ രോഗിക്കറിയാം സൗഖ്യം നടക്കുന്നത്. രോഗിയോട് ചോദിക്കണ്ട, രോഗിക്കറിയാം സൗഖ്യം നടക്കുന്നത്. കാരണം ശക്തി അവളിലേക്ക് വ്യാപരിച്ചു. അവരുടെ വിശ്വാസം എവിടെ വരെ എത്തപ്പെട്ടു നോക്കിയേ. യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലിൽ തൊട്ടപ്പോൾ യേശുവിൽ നിന്ന് ശക്തി പുറപ്പെട്ടു. ഇന്ന് രാത്രിയിൽ നിങ്ങളുടെ ചില വിഷയത്തിനകത്തേക്ക് ദൈവശക്തി പുറപ്പെടാൻ പോകുക. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? നിങ്ങൾ ഭാരപ്പെടുന്ന ചില വിഷയത്തിനകത്തേക്ക് വിശ്വാസത്താൽ ഒരു സ്പർശനം ആമേൻ വ്യാപിക്കുന്നുണ്ടെങ്കിൽ ഒരു ദൈവശക്തി ഇന്ന് രാത്രി വ്യാപരിക്കാൻ പോകുക. നിങ്ങളെ കരയിപ്പിക്കുന്ന ചില വിഷയത്തിനകത്ത്, നിങ്ങളെ കണ്ണുനീരിൽ ആഴ്ത്തുന്ന ചില വിഷയത്തിനകത്ത് ദൈവശക്തി പുറപ്പെടാൻ പോകുക. ഇന്ന് രാത്രി ചിലരുടെ മേൽ ദൈവശക്തി വ്യാപരിക്കാൻ പോകുക. ഇന്ന് രാത്രി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ശക്തമായി ചിലരുടെ മേൽ അടിക്കാൻ പോകുക. കാരണം ചില ബാധ മാറിപ്പോണമെങ്കിൽ, ഈ ബാധയുടെ മേൽ ദൈവശക്തി അടിച്ചപ്പോൾ, ഈ ബാധ ഇവളെ അലട്ടിക്കൊണ്ടിരുന്നപ്പോൾ, വിശ്വാസത്താൽ ഇവൾ തൊട്ടപ്പോൾ, യേശുവിൽ നിന്നുള്ള ദൈവശക്തി ഇവളിലേക്ക് വന്നപ്പോൾ ബാധ പുറത്തുപോയി. ഇന്ന് രാത്രി ദൈവശക്തി വന്ന് അടിച്ചാൽ ചിലത് നിന്നെ നിരാശപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന, അകത്ത് വ്യാപരിക്കുന്ന അശുദ്ധാത്മാക്കൾ, നിന്നെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ചില ദുരാത്മാക്കൾ, നിന്നെ കുറവുള്ളവൾ എന്ന് പറഞ്ഞ് നിരാശപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ചില ദുരാത്മാക്കൾ ഇന്ന് രാത്രി ശരീരം വിട്ടു പോകാൻ പോകുക. യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. ചിലരുടെ മേൽ ദൈവിക തീ ഇറങ്ങാൻ പോകുക. ഇന്ന് രാത്രി നീ വിശ്വസിക്കാൻ തയ്യാറുണ്ടെങ്കിൽ, വീട്ടിലിരുന്നുകൊണ്ട് മൊബൈലിലോ ടെലിവിഷനിലോ ഈ സന്ദേശം കേൾക്കുന്നുണ്ടെങ്കിൽ, വിശ്വസിക്കാൻ തയ്യാറുണ്ടെങ്കിൽ ദൈവശക്തി നിങ്ങളുടെ മേൽ വ്യാപരിക്കാൻ പോകുക. യേശുവിൽ നിന്ന് ശക്തി അവളിലേക്ക് പുറപ്പെട്ടു. യേശുവിൻ്റെ പ്രതികരണം എന്തായെന്നറിയാമോ? എന്നെ തൊട്ടത് ആരെന്ന് യേശു ചോദിച്ചു. ശിഷ്യന്മാർ ചോദിച്ചു, കർത്താവേ, ഇത്രത്തോളം ജനസമൂഹം നിന്നെ തിരക്കിക്കൊണ്ടിരിക്കുമ്പോൾ എന്നെ തൊട്ടതാരെന്ന് ചോദിക്കുന്നത് എന്ത്? യേശു പറഞ്ഞു, അല്ല, ഇവിടെ എന്നെ ഒത്തിരി പേര് തൊട്ടു, പക്ഷേ ആ തൊടലല്ല, വിശ്വാസത്തോടെ ആരാ എന്നെ തൊട്ടു, എന്നിൽ നിന്ന് ശക്തി പുറപ്പെട്ടത് ഞാൻ അറിഞ്ഞു. കാരണം അവളുടെ സൗഖ്യം നടന്നത് അവൾ അറിഞ്ഞതുപോലെ തന്നെ യേശുവിൽ നിന്ന് ശക്തി പുറപ്പെട്ടത് യേശുവും അറിഞ്ഞു. ഇന്ന് രാത്രി ഞാനൊരു കാര്യം വിളിച്ചു പറയട്ടെ. ഇന്നലകളിൽ നീ പലരും തൊട്ടപ്പോൾ അവർ അശുദ്ധിയായി മാറി. ഇന്നലകളിൽ നീ ഇരുന്ന കസേരയിൽ പലരും ഇരുന്നപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ അശുദ്ധിയായി മാറി. പക്ഷേ നീ യേശുവിനെ തൊട്ടാൽ യേശു അശുദ്ധിയായി മാറത്തില്ല. യേശുവിലെ വിശുദ്ധി നിന്നിലേക്ക് വ്യാപരിക്കും. യേശുവിലെ ശക്തി നിന്നിലേക്ക് വ്യാപരിക്കും. ഇന്ന് രാത്രി നീ ഏത് പ്രതിസന്ധി ഉള്ളവനാണെങ്കിലും നീ യേശുവിനെ തൊട്ടാൽ അത് നിമിത്തം യേശു അശുദ്ധിയായി മാറത്തില്ല. ഇന്ന് പല മതനേതാക്കന്മാരും പല പുരോഹിതന്മാരും പലരെയും തൊട്ടാൽ അവർ അശുദ്ധിയായി മാറും. അവർ കൈ കഴുകും, അവർ സാനിറ്റൈസർ ഉപയോഗിക്കും. പക്ഷേ യേശുവിനെ തൊട്ടതുകൊണ്ട് യേശു അശുദ്ധനായി മാറിയില്ല, പക്ഷേ അവളിലുള്ള അശുദ്ധി മാറി. ഇന്ന് രാത്രിയിൽ യേശുവിനെ നീ തൊട്ടാൽ നിന്നിലെ പ്രതിസന്ധി മാറും. യേശുവിലെ വിശുദ്ധി നിന്നിലേക്ക് വരും. യേശുവിലെ ദൈവശക്തി നിന്നിലേക്ക് വരും. യേശു ആരാണ് എന്നെ തൊട്ടത്? യേശു ആ വ്യക്തിയെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടി ശിഷ്യന്മാരോട് ചുറ്റും ചോദിച്ചു, ആരാ എന്നെ തൊട്ടത്? യേശു അവളെ പുറത്തു കൊണ്ടുവന്നത്, സമൂഹത്തിൽ കൊണ്ടുവന്നത് അപമാനിക്കാനല്ല, മാനിക്കാനായി. ഇന്നലകളിൽ ആരും അറിയാതെ അശുദ്ധരായി തള്ളപ്പെട്ട് കിടന്ന് നമ്മെ പുറത്തു കൊണ്ടുവന്നത് യേശു മാനിക്കാനാ. യേശു നിന്നെ വലിയവൻ, നീ ഇനി അശുദ്ധനെന്ന് ഇനി ലോകം പറയരുത്. നീ കഴിവില്ലാത്തവനെന്നും പണമില്ലാത്തവനെന്നും ഒരു കഴിവില്ലാത്തവനെന്നും നിന്നെ നോക്കി ഇനി സമൂഹം പറയാതിരിക്കുവാൻ യേശു നമ്മളെ പുറത്തു കൊണ്ടുവരികയാണ്. ഇന്ന് രാത്രി എൻ്റെ സന്ദേശം ഞാൻ അവസാനിപ്പിക്കാൻ പോകുകയാണ്. യേശു പുറത്തു കൊണ്ടുവന്നിട്ട് അവളോട് പറഞ്ഞു, മകളെ, സമാധാനത്തോടെ പോകാം, സ്വസ്ഥമാകുക. ആമേൻ, സ്തോത്രം. ബാധയൊഴിഞ്ഞ് സ്വസ്ഥമാകുക. യേശു അവളെ വിളിച്ചൊരു പദമുണ്ട് ദൈവമക്കളെ, മകളെ എന്ന്. ഇന്നലകളിൽ പലരും വിളിച്ചത് അവളെ പല വാക്കുകൾ കൊണ്ട് വേദനിപ്പിക്കുന്ന വാക്കുക. പക്ഷേ യേശു അവളെ വിളിച്ചത് മകളെ എന്ന. ഒരു നിമിഷം നിങ്ങളുടെ കണ്ണുകൾ ദിവസം അടയ്ക്കാമോ? യേശുവേ,
ഞാനൊരു തകർന്നവളാണ്, ഞാനൊരു തകർന്നവനാണ്. ഇന്ന് രാത്രിയിൽ പല മീഡിയയിലൂടെ കവലകളിൽ നിന്നുകൊണ്ടും തെരുക്കോണിൽ നിന്നുകൊണ്ടും പല ലഘുലേഖയിലൊക്കെ യേശുവിനെ കുറിച്ച് ഞാൻ വായിച്ചിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. പക്ഷെ ഇന്ന് രാത്രിയിൽ ആ യേശു സൗഖ്യമാക്കുന്നവനെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ആ യേശുവിൽ ദൈവശക്തി അടങ്ങിയിട്ടുണ്ടെന്ന് ഞാൻ ഇന്ന് രാത്രി വിശ്വസിക്കുകയാണ്. ആ യേശു കരുണയുള്ളവനും ദീർഘക്ഷമയുള്ളവനും പാപങ്ങളെ ക്ഷമിക്കുന്നവനും പാപങ്ങളെ കഴുകി എന്നെ വീണ്ടെടുക്കുന്നവനെന്നും എനിക്ക് നിത്യജീവൻ നൽകുന്നവനെന്നും ഞാൻ വിശ്വസിക്കുന്നു. താൽക്കാലികമായിരിക്കുന്ന ഒരു രോഗസൗഖ്യം മാത്രമല്ല യേശു തരുന്നത്, താൽക്കാലികമായിരിക്കുന്ന ഒരു സ്വസ്ഥത മാത്രമല്ല തരുന്നത്. നിന്നെ യേശു വിളിക്കുന്നത് ഒരു നിത്യജീവൻ തരുവാൻ വേണ്ടിയാണ്. ബൈബിൾ ഇങ്ങനെ പറയുന്നു, മറ്റൊരുത്തനും രക്ഷയില്ല, രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ മനുഷ്യന് നൽകപ്പെട്ടിരിക്കുന്ന ഏകമാർഗം, ഏക വഴി യേശു മാത്രമാണ്. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ യേശു നിങ്ങളെ വിളിക്കുകയാ. സ്നേഹിത, നിങ്ങളെ യേശു ഇന്ന് രാത്രി സ്ഥിതി മാറ്റാൻ പോകുക. വിശ്വാസത്താൽ ഒന്ന് സ്പർശിക്കുവാൻ, ഹൃദയത്തിൽ നിന്ന് സ്പർശിക്കുവാൻ, വിശ്വാസത്താൽ യേശുവിനെ ഒന്ന് സ്പർശിക്കുവാൻ തയ്യാറാണെങ്കിൽ നിന്റെ ജീവിതത്തെ അവൻ മാറ്റുവാനിടയായി തരും. കർത്താവ് ഇന്ന് രാത്രിയിൽ ഈ സന്ദേശം ശ്രവിച്ച് എല്ലാവരും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വലിയൊരു മാറ്റം ചില ദിവസങ്ങൾ കഴിയുമ്പോൾ, ചില നിമിഷങ്ങൾ കഴിയുമ്പോൾ ചിലരിൽ സംഭവിക്കുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവരും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.